Hi to all. Today in this class, we are going to discuss a new chapter from geography, that is second chapter, In Search of the Source of the Wind. Very interesting chapter. കാറ്റിൻ്റെ ഉറവിടം തേടി. ഈ പാഠത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് വ്യത്യസ്ത തരം കാറ്റുകൾ, ആ കാറ്റ് എവിടെ നിന്നൊക്കെയാണ് വീശുന്നത്, സോഴ്സ് ഓഫ് ദ വിൻഡ് ഏതൊക്കെയാണ്, ലോകത്തെ പ്രധാനപ്പെട്ട പ്രഷർ ബെൽറ്റ്സ് മർദ്ദമേഖലകൾ ഏതൊക്കെയാണ്, ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് വരുന്ന ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ. സോ ലെറ്റ് us സ്റ്റാർട്ട് അവർ ചാപ്റ്റർ നൗ. എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈസ് എയർ ഹാസ് വെയിറ്റ്? എയറിന് വെയിറ്റ് ഉണ്ടോ? Sure, the answer is yes. Air has its own weight. So what is pressure? എന്താണ് മർദ്ദം? Pressure is weight of air. എയറിന് വെയിറ്റ് ഉണ്ട്. ആ എയറിൻ്റെ വെയിറ്റാണ് പ്രഷർ അഥവാ മർദ്ദം. Then what is atmospheric pressure? എന്താണ് അന്തരീക്ഷ മർദ്ദം? അന്തരീക്ഷത്തിൽ വായു ഉണ്ടെന്ന് നമുക്കറിയാം, എയർ ഉണ്ടെന്നറിയാം. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ദ വെയിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ. അന്തരീക്ഷ വായുവിൻ്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. ദ ഇൻസ്ട്രുമെന്റ് വി യൂസ്ഡ് ടു മെഷർ പ്രഷർ ഇസ് മെർക്കുറി ബാരോമീറ്റർ. മെർക്കുറി ബാരോമീറ്റർ അഥവാ രസ ബാരോമീറ്റർ എന്നറിയപ്പെടുന്ന ബാരോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം കൊണ്ടാണ് നമ്മൾ മർദ്ദം അളക്കുന്നത്. ഓക്കെ, ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറിൽ എയറിൻ്റെ വെയിറ്റ് 1034 മില്ലിഗ്രാം ആണ്. ഓക്കെ, 1034 മില്ലിഗ്രാംസ് mg പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറിൽ എയറിൻ്റെ വെയിറ്റ് 1034 മില്ലിഗ്രാംസ് ആണ്. And the unit we use to measure pressure is millibar, which represents by using two letters in English, MB, both are small letters, or hectopascal. Millibar or hectopascal is the unit we use to measure pressure. Millibar represents by using two small letters in English, that is MB, and hectopascal represents by using three letters, HPA. ഹെക്ടോപാസ്കൽ. അതിൽ മിഡിൽ പി ക്യാപിറ്റലും ബാക്കി രണ്ടും സ്മോൾ ലെറ്റേഴ്സാണ്. ഓക്കെ, സോ വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് വെയിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ. ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു മെഷർ പ്രഷർ ഈസ് മെർക്കുറി ബാരോമീറ്റർ. എയറിൻ്റെ വെയിറ്റ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിൽ 1034 മില്ലിഗ്രാംസ്. ഇത് നമ്മൾ രേഖപ്പെടുത്തുന്ന യൂണിറ്റ് മില്ലിബാർ ഓർ ഹെക്ടോപാസ്കൽ. അപ്പോൾ നമ്മൾ പറഞ്ഞ മെർക്കുറി ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ ആ മെർക്കുറി ബാരോമീറ്റർ മെർക്കുറി ലെവലുണ്ട്. നമ്മൾ സാധനം കണ്ടിട്ടുണ്ടാവും, ഈ ബ്ലഡ് പ്രഷർ കളക്കുന്ന ഉപകരണം ഉണ്ടാവും, അതിൻ്റെ മെർക്കുറി ലെവലുണ്ട്. അതുപോലെ മെർക്കുറി ബാരോമീറ്ററിൽ ഒരു മെർക്കുറി ലെവലുണ്ട്. ആ ലെവല് 76 സെൻറ്റിമീറ്ററിലാണ് നിൽക്കുന്നതെങ്കിൽ വി കൺസിഡർ പ്രഷർ ഈസ് നോർമൽ. ഓക്കെ, ഇപ്പോൾ പ്രഷർ നോർമലാണെങ്കിൽ 76 സെൻറ്റിമീറ്ററാണ് ബാരോമീറ്റർ മെർക്കുറി ലെവൽ നിൽക്കുക ബാരോമീറ്ററിൽ. അത് കൂടിയാലും 76 കൂടിയാലും കുറഞ്ഞാലും നമുക്ക് മർദ്ദം കൂടിയെന്നും കുറഞ്ഞെന്ന് പറയാം. അപ്പം ആ സമയത്ത് എത്ര ഹെക്ടോപാസ്കൽ ഉണ്ടാവും മർദ്ദം? മെർക്കുറി ലെവലാണ് നമ്മൾ 76 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ആ സമയത്ത് അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷർ 1013.2 ഹെക്ടോപാസ്കൽ ആയിരിക്കും. 1013.2 ഹെക്ടോപാസ്കൽ ആയിരിക്കും, അഥവാ മില്ലി ബാർ ആയിരിക്കും പ്രഷർ നോർമലാണെങ്കിൽ. ഓക്കെ, ഇനി ഈസ് പ്രഷർ ഓഫ് ദ എർത്ത് ഈസ് സെയിം എവറി പാർട്ട് ഓഫ് ദ എർത്ത് ആൻഡ് എവറി സീസൺസ്? ഭൂമിയിൽ എല്ലായിടത്തും പ്രഷർ ഒരുപോലെയാണോ? എല്ലാ സീസണിലും ഒരുപോലെയാണോ? ദ ആൻസർ ഈസ് നോ. സോ വിച്ച് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അന്തരീക്ഷ മർദ്ദത്തിലെ വ്യത്യാസം വരാനുള്ള ഫാക്ടേഴ്സ്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്?
അതിലൊന്ന് ആൾട്ടിറ്റ്യൂഡ് അഥവാ ഹൈറ്റിൽ വ്യത്യാസം വരുമ്പം, ഉയരത്തിൽ വ്യത്യാസം വരുമ്പം പ്രഷറിൽ വേരിയേഷൻ ഉണ്ടാവും. നിങ്ങൾ ഈ പാഠത്തിൽ ഓൾമോസ്റ്റ് പകുതിയോളം ഓർമ്മിക്കേണ്ടത് വാട്ട് ഈസ് പ്രഷർ? പ്രഷർ ഈസ് വെയിറ്റ് ഓഫ് എയർ. എവിടെ എയർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നോ, എവിടെ എയർ കൂടുതലുണ്ടോ അവിടെ ഹൈ പ്രഷറും, എവിടെയാണോ എയറിൻ്റെ പ്രസൻസ് കുറവുള്ളത് അത് ലോ പ്രഷർ. അതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. ഓക്കെ, ഓൾസോ വാട്ട് ഈസ് പ്രഷർ അത് മനസ്സിലുണ്ടായിരിക്കുക. പ്രഷർ ഈസ് വെയിറ്റ് ഓഫ് എയർ. എയർ കൂടുന്ന സ്ഥലത്ത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഹൈ പ്രഷറും, എയർ കുറയുന്ന സ്ഥലത്ത് ലോ പ്രഷറും. അത് ഓർമ്മിക്കുക. സോ ഏതൊക്കെ ഫാക്ടേഴ്സാണ് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ദ ഫസ്റ്റ് വൺ, ഹൈറ്റ്. ആൾട്ടിറ്റ്യൂഡ് മീൻസ് ഹൈറ്റ്. When the height increases, pressure will decrease. Okay, when the height increases, pressure will decrease at the rate of 1 millibar for every 10 meters. ഓർമ്മിക്കാം, ഓരോ 10 മീറ്റർ നമ്മൾ മേലോട്ടേക്ക് പോകുന്തോറും 1 മില്ലിബാർ എന്ന തോതിൽ പ്രഷർ കുറയും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഒരു 10 മീറ്റർ നമ്മൾ മേലോട്ടേക്ക് പോകുന്തോറും 1 മില്ലിബാർ എന്ന തോതിൽ പ്രഷർ ഡിക്രീസ് ചെയ്യും. അതിനർത്ഥം വെൻ ഹൈറ്റ് ഇൻക്രീസസ് പ്രഷർ ഡിക്രീസ്. എന്തുകൊണ്ട് ആലോചിച്ച് നോക്കും നിങ്ങൾ? ഹൈറ്റ് കൂടുന്തോറും പ്രഷർ കുറയാൻ കാരണം പ്രഷർ ഈസ് വെയിറ്റ് ഓഫ് എയർ. മേലോട്ട് പോകുന്തോറും എയറിൻ്റെ പ്രസൻസ് കുറവാണോ കൂടുതലാണോ? നമ്മൾ മേലോട്ടേക്ക് പോകുന്തോറും, ഇപ്പോൾ ഒരു മൗണ്ടനൊക്കെ കയറി പോകുന്ന ആൾക്കാർ സാധാരണ ബ്രെത്ത് ചെയ്യാൻ എയർ കൊണ്ടുപോകാറുണ്ട്. എന്തുകൊണ്ടാണ് എയർ കൊണ്ടുകൊണ്ട് വരുന്നത്? അവിടെ പ്രസൻസ് ഓഫ് എയർ കുറവാണ്. എന്നാൽ നമ്മളൊക്കെ സാധാരണ എയറും കൊണ്ടാണ് നടക്കാറ് അല്ല, നമുക്കിവിടെ ഇഷ്ടംപോലെ എയർ ഉണ്ട്. സോ ഹൈറ്റ് ഇൻക്രീസസ്, ദ പ്രസൻസ് ഓഫ് എയർ ഈസ് വെരി ലോ. അത് നമ്മൾ പറയാൻ കാരണം വെൻ ദ ഹൈറ്റ് ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്. അത് ഓരോ 10 മീറ്ററിനും 1 മില്ലിബാർ എന്ന തോതിൽ പ്രഷർ കുറയും. പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആൾട്ടിറ്റ്യൂഡ് അഥവാ ഹൈറ്റ്. നമ്മൾ സാധാരണ വെൻ വി ഗോ ടു ദ ഹയർ എലിവേഷൻസ് ലൈക്ക് ഊട്ടി ഓർ കൊടൈക്കനാൽ, മോസ്റ്റ് ഓഫൺ വി എക്സ്പീരിയൻസ് ക്ലോഗിങ് ഓഫ് ഇയേഴ്സ്, അല്ലേ? സം ബ്രെത്തിങ് പ്രോബ്ലം ഫോർ സം പേഴ്സൺസ്. നമ്മൾ മേലോട്ടേക്ക് പോകുന്നതോറും നമുക്ക് ചെവി അടഞ്ഞു പോകാറുണ്ട്. നമ്മൾ ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ചെവി ഇങ്ങനെ അടഞ്ഞു പോകാറുണ്ട്. ചില ആൾക്കാർക്ക് ബ്രെത്തിങ് പ്രോബ്ലം ഉണ്ടാകും. വാട്ട് ഇസ് ദ റീസൺ? അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ റീസൺ തന്നെയാണ്. ചോദ്യം പരീക്ഷയ്ക്ക് വരാറുണ്ട്. വെൻ ദ ഹൈറ്റ് ഇൻക്രീസസ് പ്രഷർ ഡിക്രീസ്. അതുകൊണ്ടാണ് നമുക്ക് ഊട്ടി കൊടൈക്കനാൽ പോലുള്ള ഹയർ എലിവേഷനിലേക്ക് പോകുമ്പോൾ ചെവി അടഞ്ഞു പോകാൻ കാരണം. അവർ ബോഡി വിൽ ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് ടു അഡ്ജസ്റ്റ് വിത്ത് എ ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ദാറ്റ് ഈസ് ദ റീസൺ. ഓക്കെ, മർദ്ദവ്യതിയാനത്തിന് നമ്മുടെ ശരീരത്തിന് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണം. അതുകൊണ്ടാണ് നമുക്ക് ഊട്ടി കൊടൈക്കനാലിലേക്ക് പോകുമ്പോൾ ചെവി അടഞ്ഞു പോകാൻ കാരണം. നെക്സ്റ്റ് വി വാണ്ട് ടു ഡിസ്കസ് temperature and pressure. Temperature and pressure also inversely proportion. Okay, when temperature increases, pressure decreases and vice versa. നേരെ തിരിച്ചും. What is the reason? When air get heated up, it will expand, loses its weight and density and rise upwards. ഓക്കെ, എയർ ചൂടാകുമ്പം അതിൻ്റെ വെയിറ്റ് കുറയുകയും ഡെൻസിറ്റിയും കുറഞ്ഞ് അത് മേലോട്ടേക്ക് പോകും. അപ്പോൾ ഒരു ഏരിയയിൽ എയർ കംപ്ലീറ്റ് മേലോട്ടേക്ക് പോകുമെന്ന് പറയുമ്പം അവിടെ എയറിൻ്റെ പ്രസൻസ് കുറവായിരിക്കും. വാട്ട് ഈസ് പ്രഷർ? പ്രഷർ ഈസ് വെയിറ്റ് ഓഫ് എയർ. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് എയർ മേലോട്ടേക്ക് പോകുമ്പം ആ ഏരിയയിൽ എയർ കുറവായിരിക്കും, പ്രഷർ ലോ ആയിരിക്കും. സോ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ് ബിക്കോസ് എയർ ഗെറ്റ് ഹീറ്റഡ് അപ്പ്, എക്സ്പാൻഡ്സ് ആൻഡ് റൈസ് അപ്പ്. On the other hand, when air gets cool, it will contract, increase weight and density and comes downwards. തണുക്കുമ്പോൾ നേരെ തിരിച്ച കോൺട്രാക്റ്റ് താഴോട്ടേക്ക് വരിക ചെയ്യുക. അപ്പോൾ ആ ഏരിയയിൽ എയർ കോൺസെൻട്രേറ്റ് ചെയ്യും, പ്രഷർ ഹൈ ആവും. സോ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്. വെൻ ടെമ്പറേച്ചർ ഡിക്രീസസ് പ്രഷർ വിൽ ഇൻക്രീസ്. നെക്സ്റ്റ് വി വാണ്ട് ടു ഡിസ്കസ് പ്രഷർ ആൻഡ് ഹ്യൂമിഡിറ്റി. What is humidity? I think you have studied that in 9th standard. The amount of
water content in the atmosphere is known as humidity. The amount of water vapor in the atmosphere is known as humidity. Okay, അങ്ങനെ വേപ്പർ ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാം due to the process of evaporation. When temperature increases, evaporation increases. Okay, അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് ഇവാപറേഷൻ കൂടുക, അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടും. വേപ്പർ ഈസ് ലെസ് ഇൻ വെയ്റ്റ് ദാൻ എയർ. വേപ്പറിന് എയറിനേക്കാൾ വെയിറ്റ് കുറവാണ്. അപ്പം അറ്റ്മോസ്ഫിയറിൽ വേപ്പർ കൂടുന്തോറും ആ ഏരിയയിൽ നിന്ന് എയർ പുറത്തേക്ക് പോകും, ആ ഏരിയയിൽ കൂടി വേപ്പർ വന്ന് നിൽക്കും. അപ്പം ഹ്യൂമിഡിറ്റി കൂടുന്തോറും ആ ഏരിയയിൽ നിന്ന് എയർ പോകും. പ്രഷർ ഈസ് വെയിറ്റ് ഓഫ് എയർ. ഇപ്പോൾ എയർ പോകാന്ന് പറയുമ്പോൾ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയും. ഇനി വേപ്പർ അറ്റ്മോസ്ഫിയറിൽ കുറയുമ്പോഴോ ആ ഏരിയയിലും കൂടി എയർ വന്ന് നിൽക്കും. So when humidity decreases, presence of air increases. So when humidity decreases, pressure increases. Okay. ലോകത്ത് നമ്മൾ രണ്ട് പ്രഷർ ഏരിയ കണക്കാക്കിയിട്ടുണ്ട്, രണ്ട് പ്രഷർ ഏരിയ ആയിട്ട്, ഹൈ പ്രഷർ ഏരിയ ആൻഡ് ലോ പ്രഷർ ഏരിയ. ഇഫ് എ പർട്ടിക്കുലർ ഏരിയ എക്സ്പീരിയൻസ് ഹൈ പ്രഷർ ഇൻ റിലേറ്റഡ് ടു സറൗണ്ടിങ് ഏരിയാസ്, that place is known as high pressure region. If a particular area experiences low pressure in related to surrounding areas, that area is known as low pressure region. അത് ഓർമ്മിച്ച് വെക്കുക. And next we want to discuss what are called isobars. Iso means equal. Isotherms നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ട്. So what are isobars? Isobars are imaginary lines which connect two places having equal pressure. Equal pressure experience ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസ് ആണ് ഐസോബാർസ്. ഓക്കെ, അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻറ്റ് എസ്സേ ഓഫ് ദിസ് ചാപ്റ്റർ, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. I have already told you the pressure of the earth is not same every part of the earth. Is differ from place to place and season to season. But studies has revealed that in certain regions pressure is always same throughout the year. Okay, ചില സ്ഥലങ്ങളിൽ ഇയർ ത്രൂ ഓൾമോസ്റ്റ് സെയിം പ്രഷർ ആയിരിക്കും. Based on this, we classify the earth into different pressure belts. These are known as global pressure belts. Okay, 7 pressure belts is there. 4 high pressure belt and 3 low pressure belts. Total 7 pressure belts. We want to discuss each one in detail. First one, equatorial low pressure belt. Equatorial low pressure belt. Why equators are turned into low pressure belt? Equators always receives vertical rays from the sun. So temperature will be very high in this region. Due to high temperature, air in this region expands and rise up. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെയുള്ള എയർ എക്സ്പാൻഡ് ചെയ്ത് റൈസ് അപ്പ്. സോ പ്രസൻസ് ഓഫ് എയർ ഈസ് വെരി ലോ ഇൻ ദാറ്റ് റീജിയൻ. ഓക്കെ, ഇതിന്റെ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് റീജിയൻ 5 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ഇക്വേറ്റർ. ഇക്വേറ്ററിന് മേലെയും താഴെയും 5 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് റീജിയനിലാണ് ഏറ്റവും ലോ പ്രഷർ റീജിയൻ. These regions are termed as doldrums. No wind zone. What happened to the wind of that area? Due to high temperature, the air is expands and rises. That is why equators are turned into low pressure region. Okay. ഈ റീജിയനെ ആൻഷ്യന്റ് സെയിലേഴ്സ് ഹോസ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിച്ചിരുന്നു. ഹോസ് ലാറ്റിറ്റ്യൂഡ്. എന്താ അതിന്റെ റീസൺ? പണ്ട് നമുക്കറിയാം ആൻഷ്യന്റ് സെയിലേഴ്സ് ട്രാവലിംഗ് ത്രൂ ദ സീ ബൈ യൂസിങ് ഷിപ്സ്.
that ships are moving with the help of wind. അപ്പോൾ അവർക്ക് ഈ കൊടുങ്കാറ്റിനേക്കാണെന്ന് പേടി ഈ ഡോൾഡ്രം റീജിയനെയാണ്. കാരണം അവർ അബദ്ധവശാൽ അൺഫോർച്ചുനേറ്റ്ലി അവർ ഈ റീജിയനിലെങ്ങാനും എത്തിപ്പോയാൽ അവരാകെ ബേജാറിലാണ്. കാരണം അവർ ട്രേഡേഴ്സാണ്. ട്രേഡ് ഐറ്റംസ് ഈ ഷിപ്പിലുണ്ടാവും, വിൽക്കാനുള്ള ഐറ്റംസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് അറേബ്യൻ ഹോഴ്സസ്, അറേബ്യൻ കുതിരകൾ. ഇതിന് വൻ ഡിമാൻഡാണ് മറ്റ് യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ. അങ്ങനെ ഈ ഷിപ്പിൽ ഇവർക്ക് വേണ്ട ഫുഡും ഡ്രിങ്കിങ് വാട്ടറൊക്കെ അതുണ്ടാവും, കുതിര കൊടുക്കാനുള്ള ഫുഡും ഡ്രിങ്കിങ് വാട്ടറൊക്കെ അതും ഉണ്ടാവും, പിന്നെ ട്രേഡ് ഐറ്റംസും ഒക്കെ കൊണ്ടാ പോവുക. അവരെങ്ങനെ ഈ റീജിയനിൽ അബദ്ധത്തിൽ എത്തിപ്പോയാൽ കാറ്റ് കുറഞ്ഞ സോണായതുകൊണ്ട് അവർ ഷിപ്പിന്റെ സ്പീഡ് കുറയാൻ തുടങ്ങും. സ്പീഡ് കുറഞ്ഞാൽ അവർ സ്റ്റാർട്ടിംഗ് പ്ലേസിന് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ ഒരു 100 ദിവസം പ്രതീക്ഷയെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ദിവസം ചിലപ്പോൾ വേണ്ടിവരും അവർക്ക് ആ റീജിയനിലെത്താൻ. അതോടെ അവർ സൂക്ഷിച്ച വെള്ളവും ഫുഡൊക്കെ കുറയാൻ തുടങ്ങും. അപ്പൊ അവരതിൽ കണ്ട വഴി എന്താണെന്നറിയോ? ജീവനുള്ള കുതിരകളെ എടുത്ത് 1 by 1 കടലിലേക്ക് എറിയുക. എന്തിന്? ടു റെഡ്യൂസ് ദ വെയിറ്റ് ഓഫ് ദ ഷിപ്പ് ആൻഡ് ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ദ ഷിപ്പ്. രണ്ടാമത്തത്, ആ കുതിര കൊടുക്കാനുള്ള ഫുഡും ഡ്രിങ്കിങ് വാട്ടറൊക്കെ ഇവർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ കുതിരകൾ എടുത്തെറിയുന്ന റീജിയൻ ആയതുകൊണ്ടാണ് ഈ റീജിയന് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന പേര് വന്നത്. ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് വി വാണ്ട് ടു ഡിസ്കസ് ദ സെക്കൻഡ് pressure belt, polar high pressure belt, 90° north and 90° south. ഓർമ്മിച്ചോ? അപ്പോൾ പോളാർ റീജിയൻസ് എന്തുകൊണ്ട് ഹൈ പ്രഷർ ആയത്? നമുക്കറിയാം, പോളാർ റീജിയൻസ് ഓൾവേസ് റിസീവ് സ്ലാൻഡിംഗ് റേസ് ഫ്രം ദ സൺ, ഇൻക്ലിൻഡ് റേസ്. സോ ടെമ്പറേച്ചർ ഇസ് വെരി ലോ ഇൻ ദാറ്റ് റീജിയൻ. When temperature decreases, pressure will increase. എന്തുകൊണ്ട്? When temperature decreases, air get cool, it will contract and comes down. Air concentrate on that particular area. അപ്പോൾ സറൗണ്ടിങ് ഏരിയസ് മൊത്തം ഈ പോളാർ റീജിയനിലേക്ക് എയർ വന്നു ചേരും. സോ പ്രഷർ will be very high in that region. Okay, so 2 poles are turns into high pressure region due to low temperature. ഓർമ്മിച്ചോളൂ. അപ്പൊ ഇക്വേറ്ററിൽ ലോ പ്രഷർ ആയതും പോളാർ ഹൈ പ്രഷർ ആയതും തെർമൽ ഫാക്ടറാണ്, ടെമ്പറേച്ചർ ആണ് അതിന്റെ ഫാക്ടർ. ഓർമ്മിച്ചോളൂ. ഓക്കെ, നെക്സ്റ്റ് വി വാണ്ട് ടു ഡിസ്കസ് subtropical high pressure belt. Why subtropic regions are turned into high pressure belt? 30° north and 30° south. Listen carefully. We have already discussed air in the equator region heated up and rise up. അപ്പോൾ 0° എന്നറിയപ്പെടുന്ന ഇക്വേറ്റർ റീജിയനിൽ നിന്ന് എയർ ചൂടായി അത് മേലോട്ടേക്ക് പോകുന്നു. ബട്ട് when it reaches in a certain height, it will get cool. ഇക്വേറ്ററിൽ നിന്ന് മേലോട്ടേക്ക് പോകുന്ന എയർ certain height എത്തിയാൽ അത് തണുക്കും. റീസൺ നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. When the height increases, temperature decreases. ഓർമ്മയുണ്ട്, നിങ്ങൾ പഠിച്ച ഊട്ടി, കൊടൈക്കനാൽ തുടങ്ങിയ ഹൈറ്റിലേക്ക് നമ്മൾ പോകുന്തോറും നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യാൻ കാരണം അവിടെ ടെമ്പറേച്ചർ കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകത, അറ്റ്മോസ്ഫിയറിന്റെ ലോവസ്റ്റ് ലെയർ ആയ ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകത, ഹൈറ്റ് കൂടുമ്പം ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് മേലോട്ടേക്ക് പോയ എയർ ഗെറ്റ് കൂൾ അല്ലേ? തണുത്താൽ പിന്നെ എയറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇറ്റ് ഫെയിൽസ് ടു മൂവ് അപ്വേർഡ്സ്. ഓക്കെ, ആൻഡ് ടെൻഡ് ടു മൂവ് ടുവേർഡ്സ് 2 sides. ഇക്വേറ്ററിന് മേലോട്ടേക്ക് പോകുന്ന എയർ ഇങ്ങനെ 2 സൈഡിലേക്കും ഡിഫ്ലക്ട് ചെയ്ത് പോകും. പിന്നെ മേലോട്ടേക്ക് പോകില്ല തണുത്ത് കഴിഞ്ഞാൽ. പിന്നെ അങ്ങനെ 2 സൈഡിലേക്കും ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നത് ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് ദ എർത്തിന്റെ റൊട്ടേഷൻ കൊണ്ട് 2 സൈഡിലേക്കും ഡിഫ്ലക്ട് ചെയ്ത് പോകും.
നോർത്തേൺ ഹെമിസ്ഫിയറിലെ റൈറ്റ് സൈഡിലേക്കും സദേൺ ഹെമിസ്ഫിയറിലെ ലെഫ്റ്റിലേക്കും ഡിഫ്ലക്ട് ചെയ്ത് പോകും. എന്നിട്ട് ആ ഡിഫ്ലക്ട് ചെയ്ത് എയർ കോൺസെൻട്രേറ്റ്സ് ഓൺ സബ്ട്രോപ്പിക്കൽ റീജിയൻ, സബ്സൈഡ്സ് ഓൺ സബ്ട്രോപ്പിക്കൽ റീജിയൻ. ഇക്വറ്റർ റീജിയനിൽ നിന്ന് മേലോട്ടേക്ക് പോകുന്ന എയർ സർട്ടൻ ഹൈറ്റ് എത്തിയിട്ട് തണുക്കുകയും വീണ്ടും ഉയരാൻ കഴിയാതെ രണ്ട് വശങ്ങളിലേക്ക് തിരിഞ്ഞ് സബ്ട്രോപ്പിക്കൽ റീജിയനിലേക്ക് താഴ്ന്നിറങ്ങും. സബ്സൈഡ്സ് ഇൻ ടു സബ്ട്രോപ്പിക്കൽ റീജിയൻ. എയർ മൊത്തം സബ്ട്രോപ്പിക്കൽ റീജിയനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. വാട്ട് ഈസ് പ്രഷർ? പ്രഷർ ഈസ് വെയിറ്റ് ഓഫ് എയർ. അപ്പൊ എയർ മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് സബ്ട്രോപ്പിക്കൽ റീജിയൻസ് ആർ ടേൺസ് ഇൻ ടു ഹൈ പ്രഷർ റീജിയൻ. അപ്പൊ അവിടെ തെർമൽ ഫാക്ടർ അല്ല, ടെമ്പറേച്ചർ ഫാക്ടർ അല്ല. ടെമ്പറേച്ചർ ഫാക്ടർ ആണെങ്കിൽ ഇക്വേറ്ററിനോട് ചേർന്ന ഏരിയ ആണ് സബ്ട്രോപ്പിക്സ്. അവിടെ അപ്പം ലോ പ്രഷർ ആവേണ്ടതാണ്. പക്ഷെ ഹൈ പ്രഷർ ആവാൻ കാരണം അവിടെ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്, അതായത് എർത്തിന്റെ റൊട്ടേഷൻ ഉണ്ടാകുന്ന കൊറിയോളിസ് ഇഫക്റ്റ് എന്ന് പറയുന്നൊരു ഇഫക്റ്റ് ഉണ്ട്. അത് നമുക്ക് അപ്പുറം പഠിക്കാനുണ്ട്. ആ ഇഫക്റ്റ് കൊണ്ട് ഈ എയർ ബോത്ത് സൈഡിലേക്ക് മൂവ് ചെയ്ത് എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും? സബ്ട്രോപ്പിക്കൽ റീജിയൻ. ദാറ്റ് ഈസ് വൈ സബ്ട്രോപ്പിക്സ് ആർ ടേൺസ് ഇൻടു ഹൈ പ്രഷർ ബെൽറ്റ്, 30 degree north and 30 degrees south. This factor is known as dynamic factor. ആ പേര് ടെക്സ്റ്റില്ല, നിങ്ങൾ ഓർമ്മിച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് ലാസ്റ്റ് വൺ, സബ്പോളാർ റീജിയൻസ് ആർ ലോ പ്രഷർ, subpolar regions are low pressure region. Why subpoles are turns into low pressure region? 60 degree north and 60 degree south. These are subpolar low pressure belt, 60 north and south. These regions are just close to the poles. പോൾസിന് തൊട്ടടുത്താണ് സബ്പോൾ. സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കുറഞ്ഞ ഏരിയയാണ്, തണുത്ത ഏരിയയാണ്. അപ്പൊ ഹൈ പ്രഷറായി മാറണം. പക്ഷെ ആയതോ ലോ പ്രഷർ റീജിയൻ. അവിടെയും തെർമൽ ഫാക്ടർ അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കൊറിയോളിസ് ഇഫക്റ്റ് അഥവാ ഡൈനാമിക് ഫാക്ടറാണ്. പോളാർ റീജിയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞത്, പോളാർ റീജിയൻസ് നിന്ന് എയർ കോൺട്രാക്ട് ചെയ്ത് താഴോട്ടേക്ക് വരും ബിക്കോസ് ഓഫ് ലോ ടെമ്പറേച്ചർ. ആ താഴോട്ടേക്ക് വരുന്ന എയർ when it reach in subpolar region, thrown out from that region due to Coriolis effect, due to rotation of the earth. രണ്ടും തന്നെയാണ്. അപ്പൊ പോളാർ റീജിയൻസ് നിന്ന് കോൺട്രാക്ട് ചെയ്ത് താഴോട്ടേക്ക് വരുന്ന എയർ സബ്പോളാർ റീജിയനിൽ എത്തിയാൽ അവിടുന്ന് thrown away from that region. Okay, the air never concentrates on subpolar region. സബ്പോളാർ റീജിയനിൽ ആ എയർ കോൺസെൻട്രേറ്റ് ചെയ്യില്ല, അവിടുന്ന് പുറത്തേക്ക് ചുഴറ്റി എറിയപ്പെടും, ത്രോൺ ഔട്ട്. അപ്പൊ അവിടെ എയറിന്റെ പ്രസൻസ് കുറയും, പുറത്തേക്ക് പോകുന്നല്ലേ എയർ. അപ്പൊ എയർ കുറയുമ്പോൾ ലോ പ്രഷർ റീജിയൻ. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതണം? The air coming from polar regions are thrown out from subpolar regions due to Coriolis effect. അത് എഴുതിയാൽ മതി. That is why subpolar regions are turns into low pressure region. So these are 7 pressure belts. ഒന്നുകൂടി വേഗം. Equators are low pressure region due to high temperature. Polar regions are high pressure region due to low temperature. ആ രണ്ടും തെർമൽ ഫാക്ടർ ആണ്, ടെമ്പറേച്ചർ റിലേറ്റഡ് ആണ്. എന്നാൽ സബ്ട്രോപ്പിക്കൽ റീജിയൻ ഹൈ പ്രഷർ ആയതും സബ്പോളാർ റീജിയൻ ലോ പ്രഷർ ആയതും കൊറിയോളിസ് ഇഫക്റ്റ് ആണ്, അല്ലെങ്കിൽ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, നന്നായിട്ട് ഓർമ്മിക്കാം, നന്നായിട്ട് വായിക്കാം. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, അതിന് ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, ഇതിൽ ദിസ് ഈസ് 0 ഡിഗ്രി, ഇത് ഇക്വറ്റോറിയൽ,
7 പ്രഷർ ബെൽറ്റ്. ഫസ്റ്റ് വൺ 0 ഡിഗ്രി ഇക്വേറ്ററാണ്, അതുകൊണ്ട് ആ പ്രഷർ ബെൽറ്റിന് വിളിക്കുന്ന പേര് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഓക്കെ, ഇക്വേറ്ററിന് മേലെയും താഴെയും ഒരേ പേരിൽ 2 30 ഡിഗ്രി സൗത്തും 30 ഡിഗ്രി നോർത്തും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പം 1 ഇക്വേറ്റർ 2 സബ് ട്രോപ്പിക്കൽ, മൊത്തം 3ആയി. അതിന് മേലെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് 60 നോർത്ത് ആൻഡ് 60 സൗത്ത്, സെയിം പേരിൽ. ഓക്കെ, പിന്നെ 90 നോർത്ത് ആൻഡ് 90 സൗത്ത് 2 പോൾസിൽ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഇതാണ് 7 പ്രഷർ ബെൽറ്റ്. 1 2 3 4 5 6 ആൻഡ് 7. ഇത് നിങ്ങൾക്ക് ഹൈ പ്രഷർ ലോ പ്രഷർ ഇത് ഡയഗ്രാമൊക്കെ വരക്കാൻ വന്ന എളുപ്പത്തിൽ ഓർമ്മിക്കാനുള്ള വഴി ടോപ്പിൽ നിന്ന് തുടങ്ങിയാൽ മതി. എന്നിട്ട് എല്ലാം ഓൾട്ടർനേറ്റ് ആണെന്ന് കാണാം. ഒന്നിടവിട്ടാണ് പ്രഷർ ബെൽറ്റ്. ഒരു ഹൈ കഴിഞ്ഞാൽ ഒരു ലോ ഉണ്ടോ. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ, ഇക്വറ്റോറിയൽ ലോ. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ, സബ് പോളാർ ലോ ആൻഡ് പോളാർ ഹൈ. ഒരു ഹൈ കഴിഞ്ഞാൽ ഒരു ലോ, താഴോളം ഓർമ്മിച്ചാൽ മതി. ഓക്കെ, ഇതാണ് 7 പ്രഷർ ബെൽറ്റിൻ്റെ പേര്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇക്വറ്റോറിയൽ റീജിയൻ ലോ പ്രഷറായി മാറിയത്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആവാൻ കാരണം എന്ത്. ഈ റീജിയൻ എപ്പോഴും സൺറൈസ് വേർട്ടിക്കലാണ്, നേരെ കുത്തനെയാണ് ഇവിടെ സൺറൈസ് വരിക. അതുകൊണ്ട് തന്നെ ഇവിടെ ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ. ഓക്കെ, ഇക്വറ്റോറിയൽ റീജിയൻ ഓൾവേസ് റിസീവ്സ് സോളാർ റേഡിയേഷൻ ഇൻ വെർട്ടിക്കൽ മാനർ. സോ ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ ഇൻ ദിസ് റീജിയൻ. അപ്പോൾ ഇവിടെയുള്ള എയർ എന്താവും, ഇവിടെയുള്ള എയർ ചൂടായിട്ട്, ഓക്കെ, വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് എയർ ഇൻ ദിസ് റീജിയൻ ഗെറ്റ് ഹീറ്റഡ്, എക്സ്പാൻസ് ആൻഡ് റൈസ് അപ്പ്. ഇവിടുന്ന് എയർ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്ത് മേലോട്ടേക്ക് പോകും. ഇതാ നമ്മൾ ഈ താഴോട്ടേക്ക് വരക്കുന്ന എന്തും മേലോട്ടിൻ്റെയാണ്, കാരണം 2 റീജിയനിലേക്ക് മേലോട്ട് നമ്മൾ പറയാം. ഇതിപ്പം ഡയഗ്രാം നമ്മളിങ്ങനെ വെച്ചുകൊണ്ടാണ്, ശരിക്കും 2 മേലോട്ടാണ്. അപ്പോൾ ഇക്വറ്റോറിയൽ നിന്ന് എയർ എന്ത് ചെയ്യും, മേലോട്ടേക്ക് പോകും. കാരണം നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് വെൻ എയർ ഹീറ്റഡ് അപ്പ് ഇറ്റ് വിൽ എക്സ്പാൻഡ്സ് ആൻഡ് റൈസ് അപ്പ്. അപ്പോൾ ഇക്വറ്റോറിയൽ റീജിയനിലെ എയർ ചൂടായി കഴിഞ്ഞാൽ, സൂര്യൻ്റെ ചൂട് കൊണ്ട് ചൂടായി കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്ത് മേലോട്ടേക്ക് പോകും. ഓക്കെ, അപ്പോൾ മേലോട്ടേക്ക് പോകുമ്പോൾ ഈ റീജിയനിൽ എയർ കുറവായിരിക്കും, കാരണം ഇവിടെയുള്ള എയർ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്ത് മേലോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ എയറിൻ്റെ പ്രസൻസ് കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ കുറവ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലം 0 ഡിഗ്രി ആണല്ലോ ഇക്വേറ്റർ. അപ്പോൾ 0 ഡിഗ്രി താഴെയും മേലെയും 5 ഡിഗ്രി നോർത്തും അതേപോലെ തന്നെ 5 ഡിഗ്രി സൗത്തും, 5 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ഇക്വേറ്റർ. ഓക്കെ, ഈ 2 സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ പ്രഷർ കുറഞ്ഞ ഏരിയ, കാരണം ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ഹൈ ടെമ്പറേച്ചർ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എയർ മൊത്തം എക്സ്പാൻഡ് ചെയ്ത് മേലോട്ടേക്ക് പോകും. ഈ സോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഈ സോണാണ് ശരിക്കും നമ്മൾ കഴിഞ്ഞ എന്ത് പറഞ്ഞത്, നോ വിൻഡ് ഏരിയ എന്ന് നമ്മൾ പറഞ്ഞ ഏരിയ ഇതാണ്. 5 ഡിഗ്രി നോർത്തും ഡോൾഡ്രംസ് എന്ന് പറയുന്നത് കേട്ടോ. ഡോൾഡ്രംസ് നമ്മുടെ പേര് പെട്ടെന്ന് വിട്ടുപോയി, ഓർമ്മിക്കുക. ഡോൾഡ്രംസ് എന്ന് പറയുന്ന ഏരിയ 5 ഡിഗ്രി നോർത്തും 5 ഡിഗ്രി സൗത്ത് ഓഫ് ഇക്വേറ്റർ. ഇതിൻ്റെ മീനിങ് നോ വിൻഡ് സോൺ എന്നാണ്, കാരണം ഇവിടുത്തെ വിൻഡ് മൊത്തം എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്ത് മേലോട്ടേക്ക് പോകും. അപ്പം വാട്ട് ഈസ് പ്രഷർ? പ്രഷർ ഈസ് വെയിറ്റ് ഓഫ് എയർ. പ്രഷർ ഈസ് വെയിറ്റ് ഓഫ് എയർ ആണല്ലോ. അപ്പോൾ ഇവിടെയുള്ള എയർ കംപ്ലീറ്റ് മേലോട്ടേക്ക് പോകുന്നതുകൊണ്ടാണ് ഇവിടെ എയർ കുറയുന്നതും അവിടെ പ്രഷർ ലോ ആണ്. ഇനി ഈ എയർ നമ്മളിങ്ങനെ മേലോട്ടേക്ക് പോകുന്നത് കാണാം. ഈ റീജിയൻ നിന്നൊക്കെ എയർ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് മേലോട്ടേക്ക് പോവാണ്. ഓക്കെ, മേലോട്ടേക്ക് പോയ എയർ സർട്ടൺ ഹൈറ്റ് എത്തിയാൽ ഗെറ്റ് കൂൾ. ഓക്കെ, വെൻ ദിസ് എയർ ഗെറ്റ് റീച്ച് ഇൻ എ സർട്ടൺ ഹൈറ്റ് ഇറ്റ് വിൽ ഗെറ്റ് കൂൾ. എന്തുകൊണ്ട്? നമ്മൾ പഠിച്ചാണ് ട്രോപ്പോസ്ഫിയറിൽ. ഓക്കെ, ട്രോപ്പോസ്ഫിയറിൽ വെൻ ഹൈറ്റ് ഇൻക്രീസസ് ടെമ്പറേച്ചർ ഡിക്രീസസ്. അപ്പോൾ മേലോട്ടേക്ക് പോകുന്ന എയർ മേലോട്ടെത്തിയാൽ തണുക്കും. തണുത്ത എയർ പിന്നെ എന്ത് ചെയ്യില്ല, മേലോട്ടേക്ക് പോകില്ല, ഇറ്റ് വിൽ കോൺട്രാക്റ്റ്. ഓക്കെ, എക്സ്പാൻഷൻ വരും കോൺട്രാക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചാണത്. അപ്പോൾ അടുത്ത തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എയർ തണുക്കുമ്പോൾ കോൺട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ കോൺട്രാക്റ്റ് ചെയ്ത എയർ പിന്നെ മേലോട്ടേക്ക് പോകില്ല. ഈ സമയത്ത് ഏർത്തിൻ്റെ റൊട്ടേഷൻ കൊണ്ടുണ്ടാകുന്ന കൊറിയോളിസ് ഇഫക്റ്റ്, കൊറിയോളിസ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഇഫക്റ്റ് കൊണ്ട് ഇക്വേറ്ററിൽ നിന്ന് മേലോട്ടേക്ക് പോകുന്ന എയർ ടെൻഡ് ടു മൂവ് ടുവേർഡ്സ് സൈഡ്സ്. ഓക്കെ, ഇങ്ങനെ സൈഡിലേക്ക് മൂവ് ചെയ്യും ഈ എയർ. മേലോട്ടേക്ക് പോകുന്ന എയർ ഡിഫ്ലെക്സ് ടുവേർഡ്സ് റൈറ്റ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ലെഫ്റ്റ് ഇൻ സദേൺ ഹെമിസ്ഫിയർ. ഇത് സൗത്തിലാണ് ശരിക്കും വരക്കേണ്ടത്, പക്ഷേ ഒന്നിച്ച് വരച്ചൊന്ന് മാത്രം. അതുകൊണ്ട് ഇത് സൗത്തിലാണ് ശരിക്കും, ലെഫ്റ്റിലേക്ക് സൗത്തിലും സൗത്തിൽ ലെഫ്റ്റിലേക്കും നോർത്തേൺ ഹെമിസ്ഫിയർ റൈറ്റിലേക്കാണ് പോവുക ഈ വിൻഡ് കൊറിയോളിസ് ഇഫക്റ്റ് കൊണ്ട്. അപ്പോൾ ഈ എയർ എന്ത് ചെയ്യുന്നു, റൈറ്റ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ലെഫ്റ്റ് ഇൻ സദേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഈ എയർ ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്ത് സൈഡിലേക്ക് പോവുകയും
നേരെ എന്ത് ചെയ്യും, ഈ എയർ അങ്ങനെ തന്നെ ഈ ഏരിയയിൽ ഇങ്ങനെ താഴ്ന്നു വന്ന് സബ്സൈഡിൽ നിന്ന് ഈ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് മേലോട്ടേക്ക് പോകുന്ന എയർ സർട്ടൺ ഹൈറ്റ് എത്തിയാൽ തണുക്കുകയും വീണ്ടും ഉയരാതെ ഡിഫറെൻറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഡിഫറെൻറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് എവിടത്തേക്ക് ഇറങ്ങും, സബ് ട്രോപ്പിക്കൽ റീജിയനിലേക്ക് താഴ്ന്നിറങ്ങും. അതുകൊണ്ടാണ് സബ് ട്രോപ്പിക്കൽ റീജിയൻ ഹൈ പ്രഷറായി മാറിയത്. കാരണം ഇക്വേറ്ററിൽ നിന്ന് മേലോട്ടേക്ക് പോകുന്ന എയർ മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സബ് ട്രോപ്പിക്കലാണ്. ഓക്കെ, അതുകൊണ്ടാണ് സബ് ട്രോപ്പിക്കൽ റീജിയൻ ഈസ് ടേൺസ് ഇൻ ടു ഹൈ പ്രഷർ ബെൽറ്റ്. ഓർമ്മിച്ചോളാം. ഇനി നമുക്ക് ബാക്കി പ്രഷർ ബെൽറ്റ് നോക്കാം. ഇനി പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് നോക്കാം. പോൾസ് നമുക്കറിയാം എപ്പോഴും എക്സ്ട്രീം കോൾഡാണ്. പോളാർ റീജിയൻസ് ആർ ഐസ് കവേർഡ് റീജിയൻ. എന്തുകൊണ്ട്? ഇവിടെ സൺറൈസ് ഇൻക്ലിൻഡ് റേസ് ആണ്. ഓക്കെ, സ്ലാൻഡിങ് റേസ് ആണ് ഇവിടെ. അതുകൊണ്ട് ടെമ്പറേച്ചർ ഇസ് വെരി ലോ ഇൻ ദിസ് റീജിയൻ. സോ വാട്ട് ഹാപ്പൻ ടു ദ എയർ ഇൻ ദിസ് റീജിയൻ? When the air get cool, it will contract, okay, and sinks down. എയർ തണുക്കുമ്പം കോൺട്രാക്റ്റ് ചെയ്യും, താഴേക്ക് വരിക ചെയ്യുക. അപ്പോൾ ഈ എയറിൽ ഈ സറൗണ്ടിങ്സിലെ മൊത്തം എയറും എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും, വന്നിട്ട് പോളാർ റീജിയൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, രണ്ട് പോൾസിലും. അതുകൊണ്ടാണ് പോൾസ് ആർ ടേൺസ് ഇൻ ടു ഹൈ പ്രഷർ ബെൽറ്റ്. ഓക്കെ, ടെമ്പറേച്ചർ ഇൻ ദിസ് റീജിയൻ ഈസ് വെരി ലോ, സോ എയർ കോൺട്രാക്ട് and sinks down in this area, concentrate on this area, so poles are turns into high pressure belt. ഇക്വറ്റോറിൽ ടെമ്പറേച്ചർ കൂടിയതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്ത് മേലോട്ടേക്ക് പോവുക ചെയ്യുക. എന്നാൽ പോളാർ റീജിയൻസിൽ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ട് കോൺട്രാക്ട് ചെയ്ത് താഴോട്ടേക്ക് വരിക ചെയ്യുന്നത്, ഈ ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് പോൾസ് ആർ ടേൺസ് ടു ഹൈ പ്രഷർ ബെൽറ്റ്. ഇനി എന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള എയർ, ഈ എയർ ഇങ്ങനെ തന്നെ താഴേക്ക് വരും നമ്മൾ പറഞ്ഞല്ലോ. അത് താഴേക്ക് വന്ന് സബ് പോളാർ റീജിയനിലേക്ക് വരും. നിൽക്കണം, ഇങ്ങനെ സപ്പോളാർ റീജിയനിലേക്ക് വരും. സപ്പോളാർ റീജിയൻസ് ആർ റിയലി ലൈസ് നിയർ ദ പോൾസ്. പോൾസിന് തൊട്ടടുത്താണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. സപ്പോൾസ് ഇവിടെ തണുത്ത ഏരിയ തന്നെയാണ് ഇവിടെ. പക്ഷേ തണുപ്പായിട്ട് പോലും എന്തുകൊണ്ടാണ് ലോ പ്രഷർ ബെൽറ്റ് ആയത്? തണുത്താകുമ്പോൾ ശരിക്കും ഹൈ പ്രഷർ ബെൽറ്റിലാവേണ്ടത്. പോൾസ് തണുത്തുകൊണ്ടല്ലേ ഹൈ പ്രഷർ ആയത്. അവിടെ ഈ ഏരിയയും തണുത്ത ഏരിയയാണ്, പക്ഷേ എന്നിട്ടും ഹൈ പ്രഷറായി മാറാൻ ലോ പ്രഷറായി മാറാൻ കാരണം ദ എയർ കമ്മിങ് ഫ്രം പോളാർ റീജിയൻസ് ആർ, നോക്കണേ, ഡിഫ്ലെക്സ് ടുവേർഡ്സ്. ഉണ്ടോ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഗതി, കൊറിയോളിസ് ഇഫക്റ്റ് കൊണ്ട് ഈ എയർ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ത്രോൺ ഔട്ട്. ഓക്കെ, ഈ എയർ ഇവിടെ എത്തുമ്പോൾ ത്രോൺ ഔട്ട് ഫ്രം ദിസ് റീജിയൻ, രണ്ട് സൈഡിലേക്ക്, നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക്, റൈറ്റിലേക്കും സദേൺ ഹെമിസ്ഫിയർ താഴെ നമ്മൾ വരക്കേണ്ടത് രണ്ടുകൂടെ വരച്ചെന്നേ ഉള്ളൂ ഞാൻ. സദേൺ ഹെമിസ്ഫിയർ ലെഫ്റ്റിലേക്കും ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ഈ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഈ എയർ അങ്ങ് ത്രോൺ ഔട്ട് ഫ്രം ദിസ് റീജിയൻ, ത്രോൺ അവേ ഫ്രം ദിസ് റീജിയൻ. ഈ സപ്പോളാർ റീജിയൻ പുറത്തേക്ക് എറിയപ്പെടുന്നു, ചുഴറ്റി മാറ്റപ്പെടുന്നു. അപ്പം ഈ സപ്പോളാർ റീജിയനിൽ എയർ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. എയർ കംപ്ലീറ്റ് ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ആ പുറത്തേക്ക് വന്ന എയറും കൂടി എത്തുന്നത് എവിടെയാണെന്നറിയാം നിങ്ങൾ? ഇതാ ഈ റീജിയനിലാണ്. ഈ പുറത്തേക്ക് വന്ന എയറും കൂടി എത്തുന്നത് നമ്മൾ സബ് ട്രോപ്പിക്കൽ റീജിയനിലാണ്. അപ്പം ഇക്വേറ്ററിൽ നിന്ന് മേലോട്ടേക്ക് പോകുന്ന എയറും സപ്പോളാർ റീജിയൻ ത്രോണോണ്ടിരുന്ന എയറും രണ്ടും കൂടി എത്തുന്നത് സബ് ട്രോപ്പിക്സിലാണ്. അതുകൊണ്ടാണ് സബ് ട്രോപ്പിക്സ് ഹൈ പ്രഷർ ആയത്. ഇനി എന്തുകൊണ്ടാണ് സപ്പോളാർ ലോ പ്രഷർ ആയത്? Air coming from polar regions are thrown away from this region. Without concentrating in this region, the air is thrown away from this region due to Coriolis effect. That is why subpolar regions are turns into low pressure belt. ഇതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഓർമ്മിക്കേണ്ട കാര്യം ഇത് രണ്ടും സബിൽ തുടങ്ങുന്ന രണ്ട്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റും ഹൈ പ്രഷറും ലോ പ്രഷർ ആവാൻ കാരണം കൊറിയോലിസ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഇഫക്റ്റ് കൊണ്ടാണ്. കൊറിയോലിസ് ഇഫക്റ്റ് ഇത് എർത്തിൻ്റെ റൊട്ടേഷൻ ഉണ്ടാകുന്ന എഫക്റ്റാണ്. അപ്പോൾ സപ്പോളാർ റീജിയൻ ഈസ് ടേൺസ് ഇൻ ടു ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ റീജിയൻ ഈസ് ടേൺസ് ഇൻ ടു ഹൈ പ്രഷർ ബെൽറ്റ് ഡ്യൂ ടു കൊറിയോലിസ് ഇഫക്റ്റ് എന്ന ഇതിന് പരീക്ഷ ഫുൾ മാർക്ക് കിട്ടും. ഇനി ഇക്വേറ്ററിൽ ലോ പ്രഷർ ആയതും പോൾസ് ഹൈ പ്രഷർ ആയതും തെർമൽ ഫാക്ടറാണ്, ടെമ്പറേച്ചറാണ്. ഇവിടെ ടെമ്പറേച്ചർ ലോ ആയതുകൊണ്ട് ഹൈ പ്രഷറായി, ഇവിടെ ടെമ്പറേച്ചർ ഹൈ ആയതുകൊണ്ട് ലോ പ്രഷറായി. കാരണം ടെമ്പറേച്ചർ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ, നമ്മൾ നേരത്തെ പഠിച്ചാണ്. അപ്പോൾ സബ് ട്രോപ്പിക്കൽ റീജിയൻ ഹൈ പ്രഷർ ആയതും സപ്പോളാർ റീജിയൻ ലോ പ്രഷർ ആയതും ഡ്യൂ ടു കൊറിയോലിസ് ഇഫക്റ്റ്. ഇതാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. നന്നായി വായിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ച് സംശയങ്ങൾ ചോദിക്കുക. ഓക്കെ, ഇനി എല്ലാ സീസണിലും ഈ പ്രഷർ ബെൽറ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? ഒരിക്കലുമല്ല. സീസൺ ചേഞ്ച് ചെയ്യുമ്പോൾ, ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുമ്പോൾ ഈ പ്രഷർ ബെൽറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും.
So why pressure belt shift its position? Because of the apparent movement of the sun. ഓർമ്മിച്ചോ? Why do the pressure belt shift their location എന്ന് പരീക്ഷ ചോദിച്ചാൽ ഡ്യൂ ടു ദ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ. അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചാണ്. സൂര്യൻ്റെ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് അനുസരിച്ച് സീസൺ നോർത്തിലും സൗത്തിലും ചേഞ്ച് ചെയ്യും. ഓക്കെ, ആ ചേഞ്ച് ഉണ്ടാകുമ്പം പ്രഷർ ബെൽറ്റിനും കുറച്ച് ഷിഫ്റ്റ് ഉണ്ടാകും. അത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡാണ് അടുത്ത ഭാഗം. അത് അടുത്ത വീഡിയോയിൽ പറയാം. ഇഫ് എനി ഡൗട്ട് കോൾ ടു മീ 9496404080 നമ്പർ അതിലുണ്ട്. നോക്കി വായിക്കും. താങ്ക് യു ഓൾ.